അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗുഹാവാസികളായ യുവാക്കൾക്ക് വെയിലിൻ്റെ ചൂടേൽക്കാതെ ഗുഹാന്തർഭാഗത്തെ വിശാലതയിൽ സുഖമായി വസിക്കാൻ സൗകര്യമൊരുക്കി അള്ളാഹു അവരെ അനുഗ്രഹിച്ചതാണ് നാം ഒടുവിൽ പഠിച്ച ആയത്തിൽ പറഞ്ഞത്. ഇനി യുവാക്കൾ ഉറങ്ങുമ്പോൾ അവരുടെ ശരീരം കേടുവരാതെ സംരക്ഷിക്കുന്നതിനും അവരെ ആരും ഉപദ്രവിക്കാതിരിക്കുന്നതിനും പ്രത്യേക സാഹചര്യം ഒരുക്കി അള്ളാഹു അവരെ അനുഗ്രഹിച്ചതിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്ന 18-ാമത്തെ ആയത്തിൽ പറയുന്നത്. വതഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ്. അവരെ കണ്ടാൽ താങ്കൾക്ക് തോന്നും അവർ ഉണർന്നിരിക്കുകയാണ് എന്ന്. അവരാകട്ടെ ഉറങ്ങുകയാണ്. വതഹ്സബുഹും, താങ്കൾ വിചാരിക്കും അവരെക്കുറിച്ച്, താങ്കൾക്ക് തോന്നും. ഇത് യാഥാർത്ഥ്യമല്ല, തോന്നലാണ്. താങ്കൾക്ക് എന്ന സംബോധന ആ സന്ദർഭത്തിൽ ഗുഹയിലേക്ക് നോക്കുന്ന ഏതൊരാൾക്കും തോന്നും എന്നാണ്. ഐക്കാലൻ, ഉണർന്നവരായി. വഹും റുഖൂദ്, അവരാകട്ടെ ഉറങ്ങുന്നവരാണ്. ഗുഹാവാസികളായ യുവാക്കൾ ഉണർന്നിരിക്കുകയാണ് എന്നാണ് അവരെ കണ്ടാൽ തോന്നുക. അവരാണെങ്കിൽ ഉറങ്ങുകയുമാണ്. ഐക്കാലൻ ഉണർന്നവർ, റുഖൂദ് ഉറങ്ങുന്നവർ. അവർ കണ്ണു തുറന്നുകൊണ്ടാണ് അത്രയും വർഷം ഉറങ്ങിയത്. ദീർഘകാലം കണ്ണടച്ചു കിടന്നാൽ കണ്ണിന് കേട് സംഭവിക്കും എന്നതുകൊണ്ടും കണ്ണ് തുറന്നിരിക്കുന്നത് കാണുമ്പോൾ അവർ ഉണർന്നിരിക്കുകയാണെന്ന് കരുതി അവരെ ആരും ഉപദ്രവിക്കുകയില്ല എന്നതുകൊണ്ടും ആളുകൾ അത് കണ്ട് ഭയന്നോടിക്കൊള്ളും എന്നതുകൊണ്ടുമൊക്കെ ആയിരിക്കണം അവരെ ഉറക്കത്തിൽ കണ്ണ് തുറന്നവരാക്കിയത്. വനുഖല്ലിബുഹും, നാം അവരെ മറിച്ചിടുകയും ചെയ്യും. ഉറക്കത്തിൽ നാം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ദാത്തൽ യമീനി വദാത്ത ശിമാലി, വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചിടും. ഉറക്കത്തിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഇടത്തോട്ടും വലത്തോട്ടും മറിഞ്ഞു കിടക്കുന്നു, അവരുടെ ശരീരം കേടുവരാതിരിക്കാൻ. അവർ ഉണർന്നിരിക്കുന്നവരാണ് എന്ന് കരുതാൻ അള്ളാഹു അവരെ അതേ ശരീരത്തോടെ തന്നെ 300-ൽ പരം വർഷങ്ങൾക്ക് ശേഷം ഉണർത്താൻ തീരുമാനിച്ചതുകൊണ്ട് അത്രയും കാലം അവരുടെ ശരീരം കേടുവരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കിടത്തിക്കൊണ്ടിരുന്നു. ഉറക്കത്തിൽ അവരതറിയുന്നില്ല മറിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു അവരെ മറിച്ചിടുന്നു എന്ന് പറഞ്ഞത്. വകൽബുഹും ബാസിത്തുൻ ദിറാഅഹി, അവരുടെ നായയാകട്ടെ അതിൻ്റെ 2 കൈകൾ നീട്ടിവെച്ച് ബിൽ വസീദി, കവാടത്തിലുണ്ട്. വകൽബുഹും, അവരുടെ നായ ബാസിത്തുൻ, അത് നീട്ടിവെച്ചിരിക്കുന്നു. ദിറാഅഹി, അതിൻ്റെ 2 മുൻകൈകൾ. ബിൽ വസീദി, ഗുഹയുടെ കവാടത്തിനടുത്ത്, ഗുഹാമുഖത്ത്. ഈ നായ അവർക്ക് കാവലായി, സംരക്ഷണമായി ഗുഹാമുഖത്ത് അവർ ഉറങ്ങിക്കിടന്ന കാലത്തോളം ഉണ്ടായിരുന്നു. സാധാരണ നായ്ക്കൾ കിടന്നുറങ്ങുന്നത് പോലെയല്ല ഈ നായ കിടന്നത്. മറിച്ച് കാവൽ നായ്ക്കൾ കണങ്കൈകൾ നീട്ടിവെച്ച് ഇരിക്കുന്ന പോലെ ഗുഹാമുഖത്ത് യുവാക്കൾക്ക് കാവലായിക്കൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുകയായിരുന്നു ആ നായ. അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ട് അടുക്കാൻ ധൈര്യപ്പെടുകയുണ്ടായില്ല. പേടിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു എല്ലാം കൊണ്ടും. ലവിത്തലഅത അലൈഹിം, താങ്കളെങ്ങാനും അവരിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ, അതായത് ആരെങ്കിലും അങ്ങോട്ടൊന്ന് എത്തി നോക്കിയാൽ, ലവല്ലൈത മിൻഹും ഫിറാറൻ, താങ്കൾ അവരിൽ നിന്ന് തിരിഞ്ഞോടുക തന്നെ ചെയ്യും. ലവല്ലൈത മിൻഹും, താങ്കൾ അവരിൽ നിന്ന് പിന്തിരിയും. ഫിറാറൻ, ഓടിക്കൊണ്ട്. വലമുലിഇത മിൻഹും റുഅബ, അവരിൽ നിന്നുള്ള ഭയം താങ്കളിൽ നിറയുകയും ചെയ്യും. വലമുലിഇത മിൻഹും, അവരിൽ നിന്ന് താങ്കളിൽ നിറയുകയും ചെയ്യും. റുഅബൻ, ഭയം. നായ കാവലിരിക്കുന്ന ഗുഹ കണ്ടാൽ തന്നെ അതിനടുത്തേക്ക് പേടിച്ചിട്ട് ആരും പോവുകയില്ല. ഇനി ഗുഹക്കകത്തേക്ക് ശ്രമിച്ചുകൊണ്ട് ആരെങ്കിലും ഒന്ന് എത്തി നോക്കിയാൽ, കുറച്ച് യുവാക്കൾ കണ്ണും വിഴിച്ചിരിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ കിടക്കുന്നത് കണ്ട് നോക്കിയ ആൾ പേടിച്ചു പോകും എന്നാണ് പറയുന്നത്. ഗുഹക്കകത്ത് യുവാക്കൾ കിടന്നാണോ ഉറങ്ങിയിരുന്നത്, ചാരി ഇരുന്നാണോ ഉറങ്ങിയിരുന്നത് എന്ന് അറിയില്ല. ഏതായാലും കള്ളന്മാരാണോ കൊള്ളക്കാരാണോ അല്ലെങ്കിൽ മനുഷ്യരൂപം പൂണ്ട മറ്റേതെങ്കിലും ജീവികളാണോ എന്നൊക്കെ കരുതി എത്തി നോക്കുന്ന ആൾ ഭയന്നോടും. ഇവിടെ ആദ്യം പറഞ്ഞത് കണ്ട ആൾ ഓടും എന്നാണ്, പിന്നെ ഭയപ്പെടും എന്ന് ശേഷമാണ് പറയുന്നത്. ഭയന്ന ശേഷമല്ലേ ഓടുക, അതുകൊണ്ട് ആദ്യം ഭയവും പിന്നെ ഓട്ടവുമല്ലേ പറയേണ്ടത് എന്ന് ചിലർ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതിനു മറുപടിയായി ചില പണ്ഡിതന്മാർ പറയുന്നത് സന്ദർഭമനുസരിച്ച് ഏറ്റവും പ്രസക്തമായതാണ് ആദ്യം പറയുക എന്നാണ്. ഇവിടെ ഗുഹാവാസികളുടെ സംരക്ഷണമാണ് സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.
ആരും അങ്ങോട്ടടുക്കരുത്, എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോകണം എന്നതാണ് അവർ സംരക്ഷിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി. ശത്രുക്കളിൽ നിന്നൊക്കെ അവർക്ക് രക്ഷ കിട്ടണം. അപ്പോൾ സന്ദർഭമനുസരിച്ച് ഓടിപ്പോകുക, അങ്ങോട്ടടുക്കാതിരിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഓടിയകലും എന്നത് ഭയത്തിനു മുമ്പ് ആദ്യം പറഞ്ഞത് എന്നാണ് വിശദീകരണം. ഏതായാലും അള്ളാഹു 300-ലധികം വർഷങ്ങൾ അവരെ ഉറക്കിക്കിടത്തി സംരക്ഷിച്ചപ്പോൾ ചെയ്തു വെച്ച സൗകര്യങ്ങളും ഒരുക്കങ്ങളുമാണ് ഈ ആയത്തിൽ വിശദീകരിച്ചത്. അത് അള്ളാഹുവിന് അവരോടുള്ള സ്നേഹവും തൃപ്തിയും ആദരവും കൊണ്ട് അവരെ അള്ളാഹു അനുഗ്രഹിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.